കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരെയും ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത ഒന്നുമില്ല, സകലവും സാധ്യമാണ് എന്ന് നമ്മൾ പാടിയതുപോലെ ദൈവത്തിൻ്റെ വചനം അത് ആവർത്തിച്ചും ഉറപ്പിച്ചും പറയുന്നതാണ്. ദൈവത്താൽ അസാധ്യമായിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിന്മേൽ ദൈവം തക്ക സമയത്ത് മറുപടി തന്ന് നമ്മളെ നടത്തുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ അടുക്കുകയും ആ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ ദാനിയേൽ പ്രവചനം 4-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട ഒരു സ്വപ്നം ഓർക്കുന്നുണ്ട്. പക്ഷേ അതിന് വ്യാഖ്യാനം എന്താണെന്നറിയാതെ വ്യാകുലപ്പെടുന്ന ഒരു നെബൂഖദ്നേസർ തൻ്റെ രാജ്യത്തുള്ള സകലവാദികളെയും മന്ത്രവാദികളെയും കൽദേക്കാരെ എല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്കതിൻ്റെ അർത്ഥം പറയുവാൻ സാധ്യമല്ല എന്ന് പറയുകയും അവസാനം ദാനിയേലിനെ താൻ വിളിക്കുകയും ഈ കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം ദാനിയേലിനോട് പറയുന്ന കാര്യമുണ്ട്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട് എന്നും അതുകൊണ്ട് നിനക്കൊരു രഹസ്യവും മറവല്ല എന്നും ദാനിയേലിനോട് നെബൂഖദ്നേസർ പറയുന്നുണ്ട്. അങ്ങനെ ദാനിയേൽ ആ സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ആ വൃക്ഷത്തെക്കുറിച്ച് ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം ഉയർന്നു നിൽക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാം. പടർന്ന് പന്തലിച്ചിരിക്കുന്നു. അതിൻ്റെ തണലിൽ ധാരാളം മൃഗങ്ങൾ വന്ന് ശരണം പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ ശാഖകളിൽ ധാരാളം പറവകൾ വന്ന് കൂടുകെട്ടി താമസിക്കുന്നു. ഇത്ര മനോഹരമായി നിൽക്കുന്ന അനേകർക്ക് മൃഗങ്ങൾക്കും പറവകൾക്കും ആശ്വാസവും അനുഗ്രഹവുമായി നിൽക്കുന്ന ഒരു മരം, വളരെ ശക്തിയുള്ള, ഭംഗിയുള്ള, കഴിവുള്ള നല്ല ഒരു മരം. പെട്ടെന്ന് ദർശനത്തിൽ കാണുന്ന മരം മുറിക്കാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ ഭാഗമാണ് പഠിച്ചുകൊണ്ട് നമ്മൾ ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ 19-ാം വാക്യത്തിൽ കണ്ടത് ദാനിയേൽ ആകപ്പാടെ സ്തംഭിച്ചു പോയി. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, അപ്പോൾ ബേൽശസ്സർ എന്ന് പേരുള്ള ദാനിയേൽ കുറേ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവിനോട്, ബേൽശസ്സറേ, സ്വപ്നവും അതിൻ്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ശത്രുക്കൾക്കും അതിൻ്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. അപ്പോൾ തന്നോട് അടുത്ത് സഹകരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിന് സംഭവിക്കാൻ പോകുന്ന ഈ ദർശനം കണ്ടിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ താൻ പരവശനായി, താൻ സ്തംഭിച്ചു. തൻ്റെ ഉള്ളിൽ ചിന്തകൾ അധികമാകുവാൻ തുടങ്ങി. അതുകൊണ്ട് രാജാവേ, അത് നിനക്കാകല്ലേ. ഇതിൻ്റെ അവസാനം ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, രാജാവേ, അത് നിങ്ങൾ തന്നെയാണ്. അത് വളരെ വ്യക്തമായി പറയുന്നു. രാജാവേ, ആ കാണിച്ച വൃക്ഷം നിങ്ങൾ തന്നെയാണ്.
അപ്പോൾ അവിടെ പറയുന്നത് നിന്നെ മനുഷ്യരോടിക്കും. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ലു തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം കഴിയും. ഓക്കെ, നിന്നെ മനുഷ്യരിൽ നിന്ന് ഓടിക്കും, കാളയെപ്പോലെ പുല്ല് തീറ്റും, ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും. ദാനിയേൽ ഇത് നെബൂഖദ്നേസറിനോട് വിശദീകരിക്കുമ്പോൾ അത് എത്രത്തോളം അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാകുമെന്ന് രാജാവിന് ഊഹിക്കാൻ പോലും കഴിയത്തില്ല. ഇതൊന്നും പറയുമ്പോൾ രാജാവ് വാസ്തവത്തിൽ അതത്ര കാര്യമായി എടുത്ത് കാണത്തില്ല. കാരണം ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന പ്രതാപശാലിയായ ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരിക്കലും സംഭവിക്കുമെന്ന് തനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ആ ഭാഗം പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗമാണ് ഭരിക്കുന്നത് നിങ്ങൾ അറിയുന്നത് വരെ. നെബൂഖദ്നേസറിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. രാജാവ് തന്നെത്താൻ ആത്മാർത്ഥമായി താഴ്ത്തണം. ഇത് ദൈവം എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുതയാണ്. ആ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മനുഷ്യന് രാജ്യത്വത്തിന്മേൽ അത്യുന്നതന്റെ വാഴ്ച ഉണ്ടാകും. തനിച്ച് ബോധിച്ചവനെ അവനത് കൊടുക്കുകയും ചെയ്യുമെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നതുവരെ 7 കാലം തൻ്റെ ജീവിതം ഇതുപോലെ കഴിയും. 7 വർഷം മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ 7 കാലമെന്ന് പറയുമ്പോൾ സാധാരണ 7 വർഷം എന്ന അർത്ഥത്തിലാണത്. ആ പീരീഡ് കൊടുത്തിരിക്കുമ്പോൾ എന്തിനാണ് ആ കാലഘട്ടം കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, നീ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മനുഷ്യൻ്റെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതൻ വാഴും, തനിച്ച് ബോധിച്ചവനെ അത് കൊടുക്കുകയും ചെയ്യുമെന്ന് നിനക്ക് ബോധ്യം വരണം. അത് വരാൻ വേണ്ടി 7 വർഷം എടുക്കും. താൻ ഒരിക്കലും ഒരുപക്ഷെ രാജാവ് ചിന്തിച്ച് കാണത്തില്ല. കാരണം താൻ വളരെ പ്രതാപശാലിയാണ്. ഈ അധ്യായത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തിലാണ് പറയുന്നത്, എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിതുയർത്തിയ. ഈ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, ഈ 30-ാമത്തെ വാക്യത്തിൽ 29-30 വാക്യം വായിച്ച്, ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത് എന്തെന്നാൽ, അവിടെ പറയുന്നത് അദ്ദേഹം പറയാം, എൻ്റെ ധനമഹാത്മ്യത്തിനാൽ ഞാൻ പണിതുയർത്തിയ മഹദിയാം ബാബിലോൺ അല്ലയോ, ഗ്രേറ്റ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇതിനി ആർക്കും ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും ഇത് പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം വലിയ നിലയിൽ ഞാൻ എൻ്റെ മഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായിട്ട് ഞാൻ പണിതുയർത്തിയ മഹദിയാം ബാബിലോൺ. അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല, ഇതിനെ പിടിച്ചെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്നും ആർക്കും ഇതിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന വലിയ ചിന്താഗതിയാണ് രാജാവിനുള്ളത്. നമുക്കറിയാം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ
രാജാവ് ബാൽമാട് പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരാണ്? അപ്പൊ ആ നിലയിൽ മുൻപോട്ട് നിൽക്കുന്ന ഒരു രാജാവ്, ആ രാജാവ് ശക്തിയിലും ജ്ഞാനത്തിലും മഹത്വത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന ഒരു ചിന്താഗതി ഈ നെബൂഖദ്നേസർ ഹൃദയത്തിനകത്തുണ്ട്. കാരണം അവൻ പ്രതീക്ഷിക്കുന്ന സർക്കംസ്റ്റാൻസസ് എല്ലാം അവന് ഫേവറബിളാ. എവിടെ ചെന്ന് യുദ്ധം ചെയ്താലും അതെല്ലാം കീഴടക്കുന്നു. ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി മാറ്റപ്പെട്ടു. എന്നാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നവനെ യഹോവയായ ദൈവത്തിനൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് കാര്യം? അത്യുന്നതനായവൻ മനുഷ്യന്റെ വാഴ്ചയുടെ മേൽ അധികാരമുണ്ട് എന്നും അധികാരം ദൈവം തനിക്ക് ബോധിച്ചവനെ കൊടുക്കുന്നു എന്നും ഈവൻ തിരിച്ചറിയണം. തിരിച്ചറിയുവാൻ 7 വർഷമെടുക്കും. അതുവരെ ഇവൻ ഈ നിലയിൽ മുൻപോട്ട് പോകുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. സകലത്തിനുമേലും വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും കർത്തൃത്വമേലും അധികാരമുണ്ട്, ദൈവത്തിന് അധികാരമുണ്ട് എന്ന ബോധ്യം അവനിൽ ഉണ്ടാകുവാൻ ദൈവം നിശ്ചയിച്ച സമയം 7 വർഷമാണ്. 7 വർഷമാണ് ദൈവത്തിന് കൊടുത്ത സമയം. ഈ ഞാൻ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 27. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദകരമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. ഓക്കെ, ഇതിനിടയിൽ രാജാവിന് ദാനിയേൽ ഒരു മാനസാന്തരത്തിന് ദൂത് പറയുകയാണ്. ഇതിനിടയിൽ ആ മാനസാന്തരം പറയാൻ ഒരു നല്ല ഒരു പ്രസംഗകനെ പോലെ ദാനിയേൽ പറയുകയാണ്, മാനസാന്തരപ്പെടുക. മാനസാന്തരത്തിന് പ്രഖ്യാപനം വായിച്ചത്, നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുക. ന്യായവിധിയുടെ ഭീഷണിക്കുള്ള ശരിയായ ഒരു പ്രതികരണം നിങ്ങളുടെ ജീവിതത്തിൽ എളിമയുള്ളൊരു മാനസാന്തരമാണ് എന്ന് ദാനിയേൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ദാനിയേൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. നോക്കണം, ദൈവം അവന് ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു, 7 വർഷം. എന്നാൽ അതിനുള്ളിൽ ദാനിയേൽ മുഖേന ദൈവം പറഞ്ഞു കൊടുക്കുന്നു, ഇവന് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം കൂടെ ദൈവം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന നിലയിലാണ് ദാനിയേൽ വിളിച്ചു പറയുന്നത്, നീ ഈ നിലയിലൊന്ന് മാനസാന്തരപ്പെടണമെന്ന് 27-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. നീ ഈ നിലയിൽ മാനസാന്തരപ്പെടണം. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്ന അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അപ്പോൾ നീ മാനസാന്തരപ്പെട്ടാൽ, ഒരുപക്ഷെ ഇത് തിരുമനസ് ഇങ്ങനെ ചെയ്താൽ നിനക്കിത് ഭവിക്കാതെ നിനക്ക് നീളാൽ വാഴുവാൻ കഴിയുമെന്ന് ദാനിയേൽ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. നമുക്കറിയാം, നിനവെ പട്ടണക്കാർ വളരെയധികം പാപം ചെയ്തു. മുൻപോട്ട് പോകുമ്പോൾ ദൈവം യോനയെ അവിടേക്ക് അയക്കുകയാണ്. യോന ചെന്ന മാനസാന്തരത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അവർ ഒന്നടങ്കം മാനസാന്തരപ്പെടുന്നു. അങ്ങനെ ദൈവം ആ പട്ടണത്തെ ന്യായവിധിയിൽ നിന്നും രക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ദൈവം നെബൂഖദ്നേസറിന് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്, നിനക്കൊരവസരം കൂടെ. നീതിമാന്മാരായി നിങ്ങളുടെ പാപങ്ങളെയും ദരിദ്രരോട് കരുണയും കാണിക്കുന്നതിലൂടെ
നിങ്ങളുടെ അകൃത്യങ്ങളെ ദൈവം പരിഹരിച്ചു കൊള്ളും എന്ന നിലയിലാണ് ദാനിയേൽ ഇവിടെ പറയുന്നത്. പാപം ചെയ്ത് നിർത്താൻ മാത്രമല്ല, അതിനു കൂടെ നീ നീതിയും ഔദാര്യവും പുലർത്താനും നെബൂഖദ്നേസറിനെ ഉപദേശിക്കുകയാണ്. തെറ്റുകൾ തിരുത്തുക മാത്രമല്ല, പാപം ചെയ്ത് നിർത്തുക മാത്രമല്ല, നീ ഈ കാര്യങ്ങൾ നീതിയും ഔദാര്യവും പുലർത്തുവാൻ നെബൂഖദ്നേസറിനെ ഇവിടെ ദാനിയേൽ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ 28 മുതൽ വാക്യങ്ങളിലേക്ക് വരണം. ഒന്ന്, ഇത് തിരിച്ചറിയുന്നിടം വരെ നീ 7 വർഷം ഈ നിലയിൽ പോകും. എന്നാൽ ദാനിയേലിനെ വീണ്ടും പറയുന്നു, നിനക്ക് മാനസാന്തരപ്പെടുവാനൊരു അവസരം ഉണ്ട്. ആ അവസരത്തിൽ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ദീർഘായുസ്സോടിരിക്കുവാൻ കഴിയുമെന്ന് ദാനിയേൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് 28 മുതൽ 33 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നതുവരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ മനസ്സിലെ സുഖകാലം ദീർഘമായി നിലനിൽക്കും. നീ മാനസാന്തരപ്പെട്ടാൽ, നീ ഔദാര്യങ്ങൾ ചെയ്താൽ, നീതിയാൽ പ്രവർത്തിച്ചാൽ നിന്റെ സുഖകാലം ദീർഘമായി ഇരിക്കും എന്ന് പറയുന്നു. അത് പറയുന്നുണ്ടല്ലോ, അകൃത്യം കണ്ട് പരിഹരിച്ചു കൊടുക്കുക, അതിനാൽ പക്ഷേ തിരുമനസ് സുഖകാലം ദീർഘമായി നിലനിൽക്കും. ഇതെല്ലാം നെബൂഖദ്നേസറിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം ഈ നെബൂഖദ്നേസറിന് ഈ സ്വപ്നം ഒന്ന് കാണിച്ചു കൊടുത്തു. എത്ര കാലത്തേക്കുള്ള കഷ്ടം ന്യായവിധിയാണെന്ന് കാണിച്ചു കൊടുത്തു. ഇനി അതിനകത്ത് രക്ഷപ്പെടാനുള്ളതായ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. അതിന് ദൈവം 12 മാസം അവന് വേണ്ടി കൊടുത്തു. 12 മാസം, അതാണ് ഇവിടെ വായിക്കുന്നത്. 12 മാസം കഴിഞ്ഞിട്ട്, അതുവരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അവന് നന്നാകാൻ വേണ്ടി, അവന് തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരാൻ വേണ്ടി 12 മാസം ദൈവം അവന് കൊടുത്തു. ആ സമയത്ത് ഒരുപക്ഷെ ഈ 1 വർഷം കൊണ്ട് അവൻ കണ്ട സ്വപ്നം മറന്നുപോയിരിക്കാം. അവന് മാനസാന്തരപ്പെടുവാൻ ദൈവം അവനൊരു അവസരം കൊടുക്കുകയാണ്. ആദ്യം അവനവരുടെ സ്വപ്നത്തിലൂടെ ഇടപെടുന്നു. 7 വർഷത്തെ കാലാവധി കൊടുക്കുന്നു. അവന് മാനസാന്തരപ്പെടുവാനുള്ള ദൂത് കൊടുക്കുന്നു. എന്നിട്ട് അവന് 12 മാസം അവന് കൊടുക്കുകയാണ് മാനസാന്തരപ്പെടുവാൻ ഒരവസരം. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഇവൻ ഇത്രയും നാളും ഇസ്രായേലിനെ നശിപ്പിച്ചു,
ആരെ നശിപ്പിച്ചതൊക്കെ ശരിയാണ്, ദൈവം ചെയ്യിപ്പിച്ച, ദൈവത്തിൻ്റെ കയ്യിൽ അവനെ ഉപയോഗിച്ചതാണ്. ഇവന് ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്, മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കുകയാണ്. തെറ്റായ നിലയിലേക്കാണ് അവൻ മാറ്റപ്പെടുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, ആരും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടുവാൻ ദൈവം വിവിധ മുഖാന്തരങ്ങളുടെ ഓരോരോ ഒരു ഷോർട്ട് പീരീഡ് എല്ലാ മനുഷ്യനും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ദൈവം മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം കൊടുക്കും. ദൈവം ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ നെബൂഖദ്നേസറിന്റെ ജീവിതത്തിലും ദൈവം ഈ സ്വപ്നം കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാനുള്ളതായ ഒരു അവസരം ദൈവം അവന് കൊടുക്കുകയാണ്. 12 മാസം ആ കാലയളവിൽ മാനസാന്തരപ്പെടണം. സകല മനുഷ്യരോടും നമ്മൾ നോക്കിയാൽ ഈ കാലഘട്ടത്തിലും സുവിശേഷം എല്ലായിടത്തും എത്തണം. എല്ലാവരും സുവിശേഷം കേൾക്കണം. കാരണം അവർക്കെല്ലാം മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം നോഹയുടെ കാലഘട്ടം ദൈവം ജലപ്രളയം കൊണ്ട് ലോകത്തെ ന്യായവിധിക്കുന്നതിന് മുൻപ് തന്നെ നോഹയിലൂടെ ലോകത്തെ അറിയിച്ചു കൊണ്ടേയിരുന്നു രക്ഷപ്പെടാനുള്ള മാർഗം. അപ്പം അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ആരും നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് വിവിധ മുഖാന്തരങ്ങളിലൂടെ ദൈവം ജനത്തോടെ തൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയിക്കുകയും അവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേ നാളിൽ ഈ ഡ്യൂ ഡേറ്റ് മുൻപോട്ട് പോകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരോടും പറയട്ടെ, അധിക നാൾ ദൈവം തന്നിരിക്കുന്ന ഈ ഗ്രേസ് പീരീഡ് മുൻപോട്ട് പോകത്തില്ല. അതൊരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മുടെ പ്രതികരണം, നാം എന്താണ് ചെയ്യുന്നതെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ താഴ്ത്തുവാനും ഇവന് തെറ്റുകളെ മനസ്സിലാക്കുവാനും ദൈവം 12 മാസം കൊടുത്തപ്പോൾ 12-ാം മാസമായപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് നിഗളം കയറി. അവൻ പറയാൻ തുടങ്ങി. അതാണ് 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ആ 30-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അവിടെ വായിക്കുന്നത്, എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപത്തിനായിട്ട് ഞാൻ പണിതുയർത്തിയ മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന്. അതവന്റെ അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനം. ഓൾറെഡി ദാനിയേൽ മുഖേന 12 മാസം മുൻപ് ആ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, അത്യുന്നതനായവന്റെ മനുഷ്യന്റെ വാഴ്ചമേൽ അധികാരമുണ്ട് എന്നും അവനത് ബോധിച്ചവനെ കൊടുക്കുമെന്നും എന്ന് നീ മനസ്സിലാകുന്നിടം വരെ 7 വർഷം നിനക്ക് നിയമിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് ദൂത് പറഞ്ഞതുമാണ്, മാനസാന്തരത്തിൻ്റെ ദൂത്. എന്നാൽ 12 മാസം കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം മറന്നിട്ട് അവൻ്റെ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ വാക്കുകളായി മാറി. മാനസാന്തരത്തിൻ്റെ വാക്കുകളല്ല,
സമയം നൽകിയിട്ട് മാനസാന്തരപ്പെടേണ്ട പകരം അവൻ മുഴുവൻ അഹങ്കാരത്തിൻ്റെ, അവൻ്റെ പ്രതാപത്തിൻ്റെ അമിനൊക്കെ വാക്കുകളാണ് അവൻ്റെ വായിൽ നിന്നും വന്നത്. അങ്ങനെ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ, നോക്കണം, ദൈവം കൊടുത്ത സമയം. അവൻ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്ക് ദൈവജനത്തോട് പറയട്ടെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ മാനസാന്തരപ്പെടുന്ന സമയത്ത് മാനസാന്തരപ്പെടണം. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പറയട്ടെ, മാനസാന്തരപ്പെടുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ അത് കേട്ടിട്ട് അതുപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് തരുന്ന ഗ്രേസ് പീരീഡ്. അതിനുള്ളിൽ നാം ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരണം. ഇല്ലാതെ ദൈവം പറഞ്ഞ, ദൈവം കാണിച്ച, ദൈവം പറഞ്ഞതിനൊക്കെ വിപരീതമായി അഹങ്കാരത്തോടുകൂടെയും ഒക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം സ്വർഗം അടങ്ങിയിരിക്കുകയില്ല. സ്വർഗം തൻ്റെ പണി ആരംഭിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എക്കാലത്തും ദൈവം തന്നിരിക്കുന്ന ഈ നല്ല സമയം നിലനിൽക്കുമെന്ന് വിശ്വസിക്കേണ്ട. ഇതിന് തിരശ്ശീല വീഴും. അതിനു മുൻപേ മാനസാന്തരപ്പെടുക. ഈ കാലഘട്ടത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് കൃപയുടെ കാലഘട്ടമെന്നാണ്. ഈ ദാനിയേൽ പ്രവചനം നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഞാൻ ആ ഭാഗം വിശദീകരിക്കാം. ഇത് കൃപയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടം വേഗം തീരും. കൃപയുടെ വാതിൽ അടയും. പിന്നെ മാനസാന്തരപ്പെടുവാൻ എന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ നാം മാനസാന്തരപ്പെടേണ്ട സമയത്ത് മാനസാന്തരപ്പെടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ വായിൽ ഇതിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു ശബ്ദമുണ്ടായിരുന്ന, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം വിട്ട് നിന്നെ മാറിയിരിക്കുന്നു. നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കേട്ട അതേ വാക്കുകൾ തന്നെയാണ് ഈ പ്രഖ്യാപനം ലഭിച്ചത്. സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുകയാണ്. അവനൊരു മൃഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു കാളയുടെ നിലയിലേക്ക്, ആ ഒരു എക്സിസ്റ്റൻസിലേക്ക് അവൻ മടങ്ങുകയാണ്. അതിലേക്ക് അവൻ്റെ ജീവിതം ചുരുങ്ങുകയാണ്. ലോകം മുഴുവൻ എട്ടിപ്പിടിച്ചെടുത്ത് മഹതിയാം ബാബിലോണെന്ന് വിളിച്ചു പറഞ്ഞ് ധനമഹാത്മ്യത്താൽ പണിതുയർത്തിയതാണ്. ലോകത്തിൽ സന്തോഷിപ്പിക്കുന്ന ഹാങ്ങിങ് ഗാർഡൻ, അതിൻ്റെ പ്രതാപം എല്ലാമായി മുൻപോട്ട് പോകുമ്പോൾ അവൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയുള്ള രാജാവ് ഒരു മൃഗത്തിൻ്റെ അഥവാ ഒരു കാളയുടെ ആ നിലയിലേക്ക് ചുരുങ്ങി തൻ്റെ ജീവിതം ഇതവനെ കാണിക്കുകയാണ്. മനുഷ്യ സ്വയം അവൻ തന്നെത്താൻ അവനൊരു മൃഗമായി അവൻ കാണുകയും ഒരു മൃഗമായി അവനെ തന്നെ അവൻ അംഗീകരിക്കുകയും അവൻ്റെ പെരുമാറ്റം അനുകരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിൽപ്പെട്ട ഒരു ഭ്രാന്ത് പോലെ അവന് ജീവിതമായി തീർന്നു. നോക്കണം, എത്ര ഉന്നതൻ ജീവിച്ചതാ, ഏതെല്ലാം നിലയിൽ മുൻപോട്ട് പ്രതാപശാലിയായി ജീവിച്ചവൻ. അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെ വാക്കുകൾ
ദൈവം കൊടുത്ത ബ്രാക്കറ്റ് പീരീഡിനുള്ളിൽ പ്രസ്താവിച്ചതുകൊണ്ട് കണ്ട സ്വപ്നം അതുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ അത് മാറ്റപ്പെടുവാൻ തുടങ്ങി. അവൻ സ്വഭാവം കാളയെപ്പോലെയായി. കാളയെപ്പോലെ സ്വഭാവത്തിലേക്ക് അവൻ ആ ലെവലിലേക്ക് അവൻ ചുരുങ്ങപ്പെട്ടു. ഒരു ആ നിലയിലേക്ക് പെരുമാറുന്ന ഒരു തരത്തിലുള്ള ഭ്രാന്തായി അവൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. ഇങ്ങനെയുള്ള രോഗത്തെ പൊതുവെ വിളിക്കുന്നത് ഇൻസാനിയ സോ ആന്ത്രോപ്പിക്ക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇൻസാനിയ സോ ആന്ത്രോപ്പിക്ക എന്ന് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, നെബൂഖദ്നേസറിന്റെ കാര്യത്തിൽ ആളുകളെ പറയുന്നു ബോ ആന്ത്രോപ്പി എന്ന് പറയുന്ന ഒരു നിലയിലുള്ള രോഗത്തിലേക്ക് അവൻ അടിമപ്പെടുന്നു, അതിന് കീഴ്പ്പെടുകയാണ്. അതായത് ഒരാൾ കാളയാണെന്ന് ഉള്ള ധാരണ അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്നു. ഞാൻ കാളയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് അവൻ്റെ മൈൻഡ്, അവൻ്റെ ബുദ്ധി, ചിന്ത എല്ലാം ആ നിലയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ നിലയിലേക്ക് അവൻ മാറ്റപ്പെട്ടു. ഇവിടെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അവൻ ആ ലെവലിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. ഇനി 34 മുതൽ 37 വാക്യങ്ങളൊന്ന് വായിച്ച്. കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീതി ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഓക്കെ, നോക്കണം. അവസാനം അവിടെ വായിക്കുന്നത് 34-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ആ കാലം തികഞ്ഞിട്ട്. ഏത് കാലം? 7 വർഷം തികഞ്ഞിട്ട് അവൻ്റെ ഹൃദയത്തിനകത്ത് ബോധ്യം വന്നു. യഹോവയായ ദൈവം പറഞ്ഞതുപോലെ തന്നെ ബോധ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ദൈവം നന്നാകുവാൻ ഒരു ബ്രാക്കറ്റ് പീരീഡ് കൊടുത്തപ്പോൾ അവനത് പുച്ഛിച്ചു തള്ളി, അതിന് പ്രാധാന്യത കൊടുത്തില്ല. എന്നാൽ ഇപ്പോൾ അവൻ വിളിച്ചവർ 7 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു. ദൈവം കാലാവസാനം നിശ്ചയിച്ചതുവരെ നെബൂഖദ്നേസർ തൻ്റെ രോഗത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു രോഗാവസ്ഥയിലൂടെ മുൻപോട്ട് പോയി. പിന്നെ അവന് കാണുന്നത്, സ്വർഗത്തിലേക്ക് അവൻ്റെ കൺകൾ ഉയർത്തി, അവൻ തന്നെത്താൻ താഴ്ത്തി. അങ്ങൊരവസരത്തിലേക്ക് ദൈവം അവനെ നയിച്ചു. പിന്നെ സ്ഥിതിഗതികളെല്ലാം മാറി. അത്യുന്നതനെ വാഴ്ത്തി അവനെ സ്തുതിച്ചു, ബഹുമാനിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള സത്യം ആദ്യമായി കണ്ടപ്പോൾ മാത്രമേ നെബൂഖദ്നേസർ തന്നെക്കുറിച്ചുള്ള സത്യം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാബിലോൺ രാജാവ് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതാണല്ലോ അങ്ങനെ പറഞ്ഞ് 7 വർഷം അവനത് മനസ്സിലാക്കുന്ന 7 വർഷം തികയുവോളം അവൻ തന്നെ പരമാധികാരത്തെ വാചാലമായി പ്രശംസിക്കുന്നു, ദൈവത്തിൻ്റെ പരമാധികാരത്തെ. ഇതിനുശേഷം അവൻ്റെ ബുദ്ധി അവൻ തിരികെ കിട്ടുന്നു. പിന്നീട് നാം നോക്കുമ്പോൾ
എന്നെ രാജ്യത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവന്ന വായിക്കുന്നത്. ആ പദപ്രയോഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മഹത്തായ മഹത്വം എനിക്ക് തിരികെ കിട്ടി. നെബൂഖദ്നേസറിനെ ഞാൻ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ആമീൻ. അവനെ താഴ്ത്തുക എന്നതല്ല ലക്ഷ്യം. ദൈവത്തിൻ്റെ ലക്ഷ്യം നെബൂഖദ്നേസറെ താഴ്ത്തുക എന്നല്ല ലക്ഷ്യം, മറിച്ച് ദൈവത്തിന് മുമ്പാകെ മനുഷ്യർക്കിടയിലും അവൻ്റെ ശരിയായ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം. അഹങ്കാരത്തോട് നടക്കുന്നവരെ താഴ്ത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നെബൂഖദ്നേസർ ഇവിടെ മനസ്സിലാക്കി. നെബൂഖദ്നേസർ ലോകം 7 വർഷം മാത്രം നിലനിൽക്കുമെന്നും അതിനുശേഷം തൻ്റെ രാജ്യം വീണ്ടും അവൻ്റെ ഭരണത്തിൽ വരുമെന്നുള്ളതായ വാഗ്ദത്തം നിവൃത്തിയാകുമെന്ന് അവൻ തൻ്റെ രാജ്യത്വത്തിലും പദവിയിലും അവൻ ഉദ്ധരിക്കപ്പെട്ടു. നാം ഈ ഭാഗത്ത് മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം നമ്മോടെ ചില സ്വപ്നത്തിലൂടെ അറിയിക്കും. ദൈവം നമുക്ക് മാനസാന്തരപ്പെടുവാൻ അവസരങ്ങളെ ദൈവം തരും. നാം അത് സമയത്തിന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് വലിയൊരു ന്യായവിധിയിലേക്ക് നയിക്കപ്പെടുകയും ആ ന്യായവിധിയിൽ കിടന്ന് യഥാർത്ഥമാകുന്ന മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്യുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഇത് തന്നെ യോനായ്ക്ക് സംഭവിച്ചത്. യോന അനുസരണക്കേട് കാണിച്ചു പോയി. എന്നാൽ ദൈവം അവനെ എടുത്തെറിഞ്ഞു. മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് മാനസാന്തരപ്പെടുവാൻ തുടങ്ങി. അവിടുന്ന് അവൻ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയും നിനവയിൽ നന്നായി പ്രസംഗിച്ചു. ആ പട്ടണം മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകം നോക്കിയാൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ എടുത്തു പറയുവാനുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കല്ലേ. നമ്മൾ മാനസാന്തരപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.